കാറ്റത്തെ കിളിക്കൂടിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷ് ആൾറെഡി മാരീഡ് ആണെന്നുള്ള വിവരം അറിഞ്ഞിട്ട് ഗായത്രിയുടെ ഫ്രണ്ട്സ് സുധീഷിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അവർ വരുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് അവരോട് ആരാന്ന്. അപ്പോൾ അവർ സുധീഷിനെ കാണണമെന്ന് പറയുമ്പോൾ ഭാസ്കരനാണെങ്കിൽ നിങ്ങൾ സുധീഷിൻ്റെ ഫ്രണ്ട്സാണല്ലേ, സുധീഷ് അകത്തുണ്ടെന്ന് പറയാണ്. എന്നിട്ട് ഭാസ്കരൻ എല്ലാം പറയുന്നുണ്ട്, അല്ല സുധീഷിന് ഇത്രയും ഡീസൻ്റായ ഫ്രണ്ട്സോ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. അവരാണെങ്കിൽ സുധീഷിനെ ഒച്ചെടുത്ത് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുഭാഷ് ആണെങ്കിൽ അവരോട് വന്നിട്ട് വിവരം തിരക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ സുധീഷിനെ കാണാൻ വന്നതാണ്, സുധീഷ് അകത്തുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ പറയും, ഞങ്ങൾ അയാളോട് സംസാരിച്ചിട്ടേ പോകുന്നുള്ളൂ. ഈ സമയത്ത് ഹരീഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഹരീഷിനാണെങ്കിൽ ഇവർ നേരത്തെ അറിയാമല്ലോ. അപ്പോൾ ഹരീഷ് വിവരം തിരക്കുമ്പോൾ അവർ പറയണം, ഞങ്ങളുടെ ഗായത്രീനെ പറ്റിച്ചിട്ട് അയാൾ അകത്ത് കയറി ഇരിക്കുവാണോ, അയാൾ ആൾറെഡി മാരീഡ് ആണെങ്കിൽ പിന്നെ എന്തിനാ ഗായത്രിയുടെ അയാൾ സംസാരിക്കാൻ നിന്നത്, ഞങ്ങളുടെ ഗായത്രിക്ക് ചോദിക്കാൻ ആരും ഇല്ലെന്ന് കരുതിയിട്ടാണോ, അവളുടെ ഫ്രണ്ട്സ് ഞങ്ങളുണ്ട്, വിളിക്കുക അയാളെ പുറത്തുനിന്ന് പറയണം. അങ്ങനെ അവർ ഒച്ചെടുക്കുമ്പോൾ സുധീഷ് ആണെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട്. സുധീഷിൻ്റെ പിന്നാലെ തന്നെ നികേഷും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിധി അകത്തിരിപ്പുണ്ടാവും. അപ്പോൾ സുധീഷിനാണെങ്കിൽ ഇവരെ കാണുമ്പോൾ ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ സുധീഷ് തിരിഞ്ഞു നോക്കുകയാണ്, നിധി അകത്തുണ്ടല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള വെപ്രാളത്തിൽ സുധീഷാണ് പെട്ടെന്ന് അവരോട് വന്നിട്ട് പറയണം, അല്ല നിങ്ങളെന്താ ഇവിടെ, നിങ്ങളോട് നേരത്തെ എല്ലാ കാര്യവും പറഞ്ഞതല്ലേ, നിങ്ങൾ വാ പുറത്ത് വാ, നമുക്ക് ആ പുറത്ത് നിന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കണം. അപ്പോൾ അവരാണെങ്കിൽ ചോദിക്കണം, നിങ്ങൾ എന്തിനാ വിവാഹം കഴിഞ്ഞ കാര്യം ഗായത്രി നിന്ന് മറച്ചു വെച്ചത്, നിങ്ങൾ അവളെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചതല്ലേ, അവളെ വാതിൽ തുറക്കുന്നില്ല, ഞങ്ങൾ എത്ര തവണ അവളെ വിളിച്ചെന്നറിയോ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ എല്ലാവരും പേടിച്ച് നിൽക്കണം കേട്ടോ. ഈ സമയത്ത് ഭാസ്കരൻ അവരോട് ചോദിക്കണം, അത് കൊള്ളാം, കഥകി തട്ടിയിട്ട് തുറക്കാത്തതിനാണോ നിങ്ങൾ ഇവിടെ വന്ന് സുധീഷിനെ തിരക്കുന്നത്, എടാ ആ കൊച്ചു കഥക് തുറക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെന്ന് വല്ല കാർപ്പൻറ്ററിയും വിളിക്കുക, അല്ലാണ്ട് ഇവിടെ വന്ന് വിളിച്ചിട്ട് എന്താ കാര്യം, എന്താ നിൽക്കുന്നവനെ മേസ്തിരിയാ, ഇവനാണെങ്കിൽ ഡ്രൈവറും, ഇവന്മാരെ വിളിച്ചുകൊണ്ട് പോയിട്ട് എന്നാത്തിനാ, നിങ്ങൾ ചെന്ന് ഒരു കാർപ്പൻറ്ററി തിരയെന്ന് പറയണം. അപ്പോൾ സുഭാഷ് പറയണേ, എന്താ അച്ഛാ ഇത്, ഈ സമയത്താണോ കോമഡി പറയുന്നത്, ഒന്ന് വെറുതെ ഇരിക്കുമെന്ന് പറയണം. അപ്പോൾ ഭാസ്കരൻ തിരികെ ചോദിക്കണം, എടാ ഞാൻ കാര്യമല്ലേ പറഞ്ഞത്, ഒരു പെൺകൊച്ച് വീട്ടിൽ കയറി കതക് അടച്ചിട്ട് അത് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവന്മാർ ഇവിടെ വന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം. അപ്പോൾ അവന്മാർ ചോദിക്കുകയാണ്, എന്താ ഞങ്ങളെ കളിയാക്കുവാണോ, നിങ്ങളെക്കാളും പ്രായത്തിൽ ചെറുതാണെന്ന് കരുതിയിട്ട് ഞങ്ങളങ്ങനെ കൊച്ചായൊന്നും കാണണ്ട, നിങ്ങൾ ചെയ്തത് ശരിയല്ല, നിങ്ങൾ ഞങ്ങളോട് സമാധാനം പറഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവർ ബഹളം വെക്കണം കേട്ടോ. അപ്പോൾ ഹരീഷ് ആണെങ്കിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. ഹരീഷ് പറയണം, അതിനിവിടെ വന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ പേടിക്കണ്ട, ആ ഗായത്രിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, ചിലപ്പോൾ ആ കൊച്ചു കഥ കടച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടാവും, വിഷമിച്ച് ഉറങ്ങിപ്പോയതാവും, നിങ്ങൾ ഒന്നുകൂടി ചെന്ന് വിളിക്ക്, എല്ലാം നേരെയാവും എന്ന് പറഞ്ഞിട്ട് ഹരീഷ് അവരെ കൺവിൻസ് ചെയ്ത് വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. അവർ പോയതിന് ശേഷം ഹരീഷ് സുധീഷിനോട് ചോദിക്കുന്നത്, എടോ തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ ഗായത്രിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനായിട്ട്, എന്നിട്ട് എന്താ താൻ അത് ഇതുവരെ ചെയ്യാനത്. അപ്പോൾ സുധീഷ് പറയണ, എടാ അതിന് ഞാൻ പറയുന്ന ഒന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല, ഇത് ഇങ്ങനെയൊക്കെ വരുമെന്ന് കരുതിയിട്ടല്ലല്ലോ ഞാൻ സംസാരിച്ച് തുടങ്ങിയത്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ സുഭാഷ് ചോദിക്കണം, ഇതൊക്കെ തുടക്കത്തിലേ ഞങ്ങൾ പറഞ്ഞതല്ലേ ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇതൊക്കെ വലിയ പ്രശ്നത്തിലേ അവസാനിക്കത്തുള്ളൂ എന്ന്, അന്ന് നീ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ലല്ലോ, അല്ലെങ്കിൽ നിൻ്റെ ബുദ്ധി മാത്രം എന്താ സുധീഷ് ഇങ്ങനെ, നീ കല്യാണം കഴിഞ്ഞതാണെന്നുള്ള ബോധം നിനക്ക് വേണ്ടേ, അത് ആ പെൺകൊച്ചിൽ നിന്ന് മറച്ചു വെച്ച് തന്നെ ഏറ്റവും വലിയ തെറ്റ്. സുഭാഷ് ഓരോന്ന് പറഞ്ഞ് സുധീഷിനെ വഴക്ക് പറയുമ്പോൾ സുധീഷാണെങ്കിൽ ടെൻഷൻ അടിച്ച് നോക്കുന്നത് മൊത്തം നിധിയാണ്. നിധിയുടെ പ്രതികരണം എന്താണെന്നാണ് സുധീഷ് നോക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, അല്ല സുഭാഷേട്ടൻ എന്തിനാ ആ പെൺകൊച്ചിനോട് ചെന്നിട്ട് എനിക്ക് വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം പറയാൻ പോയത്, അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇത്രയും പ്രശ്നമായത്. അപ്പോൾ സുഭാഷ് ചോദിക്കുകയാണ്, പിന്നെ ഒരു പെൺകൊച്ച് നിന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് നിന്നാൽ പിന്നെ ഞാൻ എന്ത് പറഞ്ഞ് ആ കൊച്ചിനെ സമാധാനിപ്പിക്കേണ്ടത്, ആ കൊച്ച് അന്ന് ഇവിടുന്ന് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്, ഇനി ആ കൊച്ച് എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ട് വേണം ആ കൊച്ചിൻ്റെ ശാപവും കൂടി ഈ കുടുംബത്തിന് കിട്ടാനായിട്ട്. നീയായിട്ട് എന്തിനാ സുധീഷ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നത്, നിനക്കല്ലെങ്കിൽ തന്നെ ഈ കുടുംബത്തിൻ്റെ സാഹചര്യം അറിയാവുന്നതല്ലേ, നീ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന പെണ്ണല്ലേ നിധി, അവളിവിടെ ഉള്ളപ്പോഴാണോ നിനക്ക് മറ്റൊരു പെണ്ണുമായിട്ട് ശൃംഗരിക്കാൻ തോന്നിയത്. അപ്പോൾ സുധീഷിന് ദേഷ്യം, സുധീഷ് ചോദിക്കുകയാണ്, ഏട്ടൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്, അതിന് നിധി എൻ്റെ ഭാര്യയെന്നല്ലല്ലോ, ഞങ്ങളുടേത് ഒരു ഫേക്ക് മാരേജ് അല്ലേ, എല്ലാം അറിയാവുന്ന ഏട്ടൻ തന്നെ ഇങ്ങനെ സംസാരിച്ചാലോ, നിധി എപ്പോഴെങ്കിലും ഞങ്ങളുടെ വിവാഹം അംഗീകരിച്ചിട്ടുണ്ടോ, അവളെൻ്റെ ഭാര്യയായിട്ടാണോ ഇവിടെ ജീവിക്കുന്നത്, ഞാൻ അറിയാണ്ട് എങ്ങനെ ആ മുറിയിലേക്ക് കയറിയാൽ തന്നെ നിധി അയ്യോ അമ്മേ എന്നെ ഒന്നും ചെയ്യല്ലേന്ന് പറഞ്ഞ് നിലവിളിക്കല്ലേ, സുഭാഷ് ചേട്ടൻ്റെ ഒന്നും അറിയത്തില്ലേ, പിന്നെ ഞാൻ മറ്റൊരു പെൺകൊച്ചിനോട് പോയിട്ട് എനിക്ക് വിവാഹം കഴിഞ്ഞ കാര്യം എന്തിനാ പറയുന്നത്, നിധി ആരോടെങ്കിലും പറയുന്നുണ്ടോ നിധിക്ക് മാരേജ് കഴിഞ്ഞു, ഞാൻ നിധിയുടെ ഭർത്താവാണെന്ന്, അന്ന് ഇവളുടെ ബോസ് ഇവിടെ വന്നില്ലേ, അപ്പോൾ അവൾ ആരാന്ന് പറഞ്ഞ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഞാൻ അവളുടെ കസിനാണത്ര, എന്താ പറഞ്ഞത് കസിൻ, അങ്ങനെ പറഞ്ഞാൽ എന്നെ അവൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അങ്ങനെയല്ലേ നിധി ജീവിക്കുന്നത്, പിന്നെ ഞാൻ മാത്രം എന്തിനാ എല്ലാവരോടും പോയിട്ട് എൻ്റെ വിവാഹം കഴിഞ്ഞു എനിക്കൊരു ഭാര്യ ഉണ്ടെന്ന് പറയുന്നത്. ഇത്രയും കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് സൈലൻ്റ് ആവുകയാണ്. നികേഷ് ആണെങ്കിൽ
പരിഭ്രമത്തോടു കൂടി നിധിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ സുധീഷാണെങ്കിൽ നിധിയോട് ചോദിക്കണേ, അല്ലെങ്കിൽ നിധി പറയട്ടെ, നിധി പറഞ്ഞോ, ഞാൻ നിധിയുടെ ഭർത്താവാണോ, നമ്മുടെ വിവാഹം നിധി അംഗീകരിക്കുന്നുണ്ടോ, നമ്മൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് നിധി ആഗ്രഹിക്കുന്നുണ്ടോ? എന്തിന്? നിധി ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കുകയല്ലേ, കുറച്ചുകൂടി കഴിയുമ്പോൾ നിധി ഡിവോഴ്സും വാങ്ങിപ്പോവും. പിന്നെ എനിക്കൊരു ജീവിതം വേണ്ടേ, ഞാനൊരു പെൺകുട്ടിയോട് സംസാരിച്ചാണോ തെറ്റ്? നിധി പറയട്ടെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. എല്ലാവരും നിധിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നിധിയാണെങ്കിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പറയണം, സുഭാഷ് ചേട്ടൻ എന്തിനാണ് സുധീഷിനെ വഴക്ക് പറയുന്നത്? സുധീഷ് പറഞ്ഞത് ശരിയല്ലേ? സുധീഷിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഞങ്ങൾ തമ്മിൽ അധികം വൈകാതെ ഡിവോഴ്സ് ആവും. പിന്നെ സുധീഷിനും വേണ്ടി ഒരു ജീവിതം. സുധീഷിന് ആ പെൺകൊച്ചിനെ ഒത്തിരി ഇഷ്ടമായത് കൊണ്ടല്ലേ സുധീഷ് രാത്രിയും പകലും ഒക്കെ ആ പെൺകൊച്ചിനെ മൊബൈലിൽ സംസാരിച്ചത് സുഭാഷ് ചേട്ടൻ കണ്ടിട്ടില്ലേ? ഓരോ ദിവസം ഓരോ ഷർട്ടിട്ട സുധീഷും ബസ് സ്റ്റോപ്പിൽ ചെല്ലുന്നത്. ആ കൊച്ചിനെ വിളിക്കുന്നത് തന്നെ കേട്ടിട്ടില്ലേ? ഗായു, എൻ്റെ ഗായു എന്നല്ലേ പറഞ്ഞത്? എന്തുമാത്രം ഇഷ്ടമുണ്ടായിട്ട് വേണം സുധീഷ് ആ പെൺകൊച്ചിനെ അങ്ങനെ ചെല്ലപ്പേരിട്ട് വിളിക്കുന്നത്? അല്ലേ സുധീഷിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ആരൊക്കെ സുധീഷിനെ വഴക്ക് പറഞ്ഞാലും ഞാൻ ഒരിക്കലും സുധീഷിനെതിരാവില്ല. എനിക്കറിയാം സുധീഷിന് ആ പെൺകൊച്ചിനെ ഒത്തിരി ഇഷ്ടമാണെന്ന്. ഞാൻ സുധീഷിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്ന് പറയട്ടോ. ഇത് ഇത്രയും കേൾക്കുമ്പോഴത്തേക്ക് സുധീഷ് ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. എൻ്റെ ഈശ്വര, എന്തൊക്കെയാണ് വിളി പറയുന്നത്? ഞാൻ പ്രതീക്ഷിച്ചതൊന്നും അല്ലല്ലോ നടക്കുന്നത് പറഞ്ഞിട്ട് സുധീഷ് ടെൻഷൻ ആവുകയാണ്. അപ്പോൾ സുഭാഷ് നിധിയോട് ചോദിക്കണേ, അയ്യോ മോളെ, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇവൻ ചെയ്തത് തെറ്റല്ലേ? ഇപ്പോൾ നീയും കൂടി ഇങ്ങനെ സംസാരിച്ചാൽ എങ്ങനെയാണ്? അപ്പോൾ നിധി പറയാണ്, അല്ല സുഭാഷ് ഏട്ടാ, സുധീഷ് പറഞ്ഞത് തന്നെയാണ് ശരി. സുധീഷിന് ഒരു ജീവിതം വേണ്ടേ? ഞങ്ങളുടെ ഡിവോഴ്സ് കഴിഞ്ഞാൽ സുധീഷ് ഒറ്റയ്ക്കാവില്ലേ? പിന്നെ അത് കോളേജിൽ പഠിക്കുന്ന പെൺകൊച്ചായതാണല്ലോ ഇവിടെ എല്ലാവർക്കും പ്രശ്നം. സുധീഷിന് ആ പെൺകൊച്ചിനെ ഇഷ്ടമാണ്, ആ പെൺകൊച്ചിനും തിരിച്ച് സുധീഷിന് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ എന്തിനാ തടസ്സം നിൽക്കുന്നത്? ഇപ്പോൾ സുധീഷ് പറഞ്ഞതുപോലെ സുഭാഷ് ചേട്ടൻ ആ കൊച്ചിനോട് വിവാഹം കഴിഞ്ഞ കാര്യം പറഞ്ഞതാണല്ലോ പ്രശ്നം. സുധീഷ് ചെന്ന് ആ പെൺകൊച്ചിനോട് സംസാരിക്കുക. സുധീഷ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ആ പെൺകൊച്ച് വാതിൽ തുറന്ന് പുറത്തേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ സുധീഷാണെങ്കിൽ വല്ലാതെ പരിഭ്രാന്തനാവുന്നുണ്ട്. അപ്പോൾ നിധി പറയണം, അല്ലെങ്കിൽ വേണ്ട, സുധീഷ് പറഞ്ഞാൽ ചിലപ്പോൾ കള്ളം പറയാമെന്ന് കരുതും. ഞാൻ തന്നെ ആ കൊച്ചിനെ ചെന്ന് കണ്ട് കാര്യം പറയാം. ഞാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും ഗായത്രി അത് വിശ്വസിക്കും. ചിലപ്പോൾ എൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വരാനും സമ്മതിക്കും. ഞാൻ ആ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് നിധി അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സുധീഷാണെങ്കിൽ നിൽക്ക് നിധി, ഇത് എന്താന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? അപ്പം നിധി പറയണ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെന്ന് സംസാരിക്കാം ആ കൊച്ചിനോട്, ഞാൻ സത്യമൊക്കെ തുറന്ന് പറയാം. ഞങ്ങളുടെ തമ്മിൽ നടന്നത് ഒരു ഫേക്ക് മാരേജ് ആണെന്നും എൻ്റെ വീട്ടുകാർ എനിക്ക് വേണ്ടി കല്യാണം ഉറപ്പിച്ചപ്പോൾ സുധീഷ് എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതാണെന്നും ഒക്കെ പറയാം. ആ കൊച്ച് ഉറപ്പായിട്ടും എൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വരും. ഇത്രയും പറഞ്ഞിട്ട് നിധി സുഭാഷിനോട് ഹരീഷിനോട് പറയണം, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ മടിച്ച് നിൽക്കാണ്ട് എത്രയും പെട്ടെന്ന് ഈ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. ആ കൊച്ചി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താ കരുതുക? ഞാൻ എന്തായാലും ആ കൊച്ചിനെയും കൊണ്ടേ ഇങ്ങോട്ടേക്ക് മടങ്ങി വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നികേഷിനെയും വിളിച്ചിട്ട് അവിടുന്ന് ഇറങ്ങുകയാണ്.